തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് കേവല വാക്കുകളായി ഇരിക്കുകയോ തിരിച്ചു പോകുകയോ ചെയ്യുന്നില്ല. കൃത്യമായി അതതിൻ്റെ പ്രവൃത്തി സ്വാഭാവികമായി ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ചില ശകാരങ്ങളോ ശാസനകളോ പണിഷ്മെൻറ്റുകളോ സ്വാഭാവികമായി ഒരു ദൈവദാസൻ്റെയോ ദൈവദാസിയുടെ വായിൽ നിന്ന് വന്നാൽ അത് അക്ഷരം പ്രതി ദൈവം നിവർത്തിച്ചു കൊടുക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ പറയാൻ ഒരു കാരണമോ ഒരു പശ്ചാത്തലമോ കാണും. ആ കാരണത്തിൻ്റെയും പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യൻ പറയുന്നത് ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ദൈവദാസനോ ഒരു ദൈവദാസിയോ ശുശ്രൂഷിക്കുന്ന മാത്രയിൽ ആ വ്യക്തിയിൽ നിന്നും ഒരു അഭിഷേകം സമൂഹത്തിൻ്റെ മേൽ വ്യാപരിച്ച് ഒരു വിടുതലായി, സൗഖ്യമായി, പ്രതിഫലമായി, അനുഗ്രഹമായി ഒരു വാതിൽ തുറക്കുന്ന തരത്തിൽ ദൈവം നമ്മുടെ മധ്യേ പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായി അതിനൊരു കാരണം വേണം, അതിനൊരു പശ്ചാത്തലം വേണം. ഒരു കാരണമോ പശ്ചാത്തലമോ കൂടാതെ ഒരു കാരണവശാലും ഒരു ശുശ്രൂഷകനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയാൽ അല്ലെങ്കിൽ അവളുടെ ശുശ്രൂഷയാൽ പുറപ്പെടുന്ന ഒരു അനുഗ്രഹം ജനം പ്രാപിക്കുന്നില്ല. അത് ഒരു പണിഷ്മെൻ്റ് ആയാലും ഒരു ശിക്ഷാ നടപടി ആയാലും അല്ല, ഒരു അനുഗ്രഹത്തിൻ്റെ അവസ്ഥ ആയാലും, രണ്ടും കാരണവും പശ്ചാത്തലവും വളരെ അത്യാവശ്യമാണ്.